ജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും BJP പ്രവേശനത്തോടെ പത്തനംതിട്ടയിൽ മത്സരിക്കാമെന്ന് മോഹിച്ചതാണ് PC ജോർജ്. താനല്ലെങ്കിൽ മകൻ ഷോൺ ജോർജ്, അല്ലാതെ ആര് പത്തനംതിട്ടയിൽ BJPയുടെ സ്ഥാനാർത്ഥി? ഡൽഹിക്ക് വണ്ടി പിടിച്ച് കേന്ദ്ര ഭരണകക്ഷിയിൽ പോയി ലയിച്ചത് ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നു സ്ഥാനാർത്ഥിയായി ഡൽഹിയിൽ നിന്ന് കുറ്റിയും പറിച്ച് അനിൽ ആന്റണി. സാക്ഷാൽ AK ആന്റണിയുടെ പുത്രൻ. സഹിക്കുമോ പൂഞ്ഞാറിലെ പുലി? ഞാനീ ചെയ്യുന്ന പുണ്യപ്രവൃത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല അല്ലേ സഹോദര? നിങ്ങൾ യുനാനിമസായി PC നിൽക്കണം എന്ന് നിർബന്ധമായി ഉത്തരവ് തന്നാൽ ഞാൻ അനുസരിക്കും. നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും? ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി. എന്താ വട്ടോളി, തീ അങ്ങോട്ട് എരിഞ്ഞ് കേറുന്നുണ്ടല്ലേ? ഉണ്ടോന്ന് ഞാനിപ്പോ പറയാം. ശ്രമകരമെന്ന് മാത്രമല്ല, വലിയ ടഫാണ്. കാരണം ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണം ജനങ്ങൾക്ക്. അതാണ് ഒരു മാറ്റവും ഇല്ലല്ലോ. ആളെ അറിയില്ലല്ലോ, കേരളമായിട്ടൊരു ബന്ധമില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, AK ആന്റണിയുടെ മകൻ. പക്ഷേ AK ആന്റണി കോൺഗ്രസ്സാണ്. AK ആന്റണിയുടെ പിന്തുണയില്ലാത്ത, അപ്പൻ്റെ പിന്തുണയില്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം. AK ആന്റണി പരസ്യമായിട്ട് ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ടായി. വട്ടോളി ഒന്ന് വിട്ടാ മതി, തുണി പറിക്കും. പിന്നെ കൊടുത്തവനിട്ട് അടുത്ത നിമിഷം തെറിയ. കാര്യങ്ങളെ സംബന്ധിച്ച് PC ജോർജ് നിരുപാധികമാണ് NDAയിൽ ചേർന്നത്. അദ്ദേഹം ഒരു തരത്തിലുള്ള ഉപാധികളും മുന്നോട്ട് വെച്ചിട്ടില്ല. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. ജനപക്ഷം പിരിച്ചുവിട്ട് PC ജോർജ് BJPയിൽ ചേർന്നതായി സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന് പോലും ഉറപ്പില്ല എന്ന് തോന്നുന്നു. NDAയിൽ ലയിച്ചെന്നാണ് പ്രസിഡന്റ് ഇപ്പോഴും പറയുന്നത്. എന്തായാലും അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ലാൻഡ് ചെയ്തത് തന്നെ ഇടഞ്ഞു നിൽക്കുന്ന PC-യുടെ അനുഗ്രഹം വാങ്ങാനാണ്. നേതാവിൽ മഹത്വവും ആദർശ ധീരതയും കണ്ട അനിൽ ആന്റണി കുറച്ച് പൊക്കി പറഞ്ഞതോടെ PC ജോർജ് തൽക്കാലത്തേക്ക് വഴങ്ങി. അവനെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കണം. വെറും തറയാ. മനസ്സിലായോ? മനസ്സിലായി. ഇനി സാറ് നോക്കിക്കോ. എഴുന്നേൽക്ക്. എന്താ കുട്ടി കാട്ടണേ? ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. 7 പ്രാവശ്യം ഇവിടെ MLA ആയിരുന്നു. 40 വർഷം 50 വർഷമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയത്തിലുണ്ട്. ക്ഷമിക്കണം സാർ, DA ജതയം പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കൂടുതൽ ബോധ്യമായത്. അങ്ങ് ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. ഈ ലോക്സഭാ മണ്ഡലത്തിലും ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത് തന്നെ ചെന്ന് അനുഗ്രഹം വാങ്ങിച്ച് ഈ ക്യാമ്പയിൻ തുടങ്ങുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് മാപ്പ് തരണം. എന്താ മോനെ, മാപ്പ് ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി? യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. നമുക്ക് കാണാം, നമുക്ക് മത്സരം നോക്കാം. നല്ല മത്സരമായിരിക്കും. കാണിച്ചു ജയിക്കുന്നത് എങ്ങനെയാണെന്ന്. ഒരു വിട്ടുവീഴ്ചയും വേണ്ട, പോരാടിക്കോളൂ. പക്ഷേ അനിൽ ആന്റണിയെ ഇവിടെ ആർക്കും പരിചയമില്ലെന്നൊക്കെ മുമ്പ് പറഞ്ഞില്ലേ, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് പറഞ്ഞ സത്യമല്ലേ പറയേണ്ടത്? ഞാൻ സത്യം പറഞ്ഞാൽ പഠിച്ചോളൂ, നിനക്ക് അറിയാൻ പാടില്ലേ? ഞാൻ സത്യം പറയാറുള്ളൂ, അല്ല നുണ പറയുന്ന ഇടപാട് എനിക്കില്ല. ആളെ അറിയില്ലല്ലോ, കേരളമായിട്ടൊരു ബന്ധമില്ല. കൂടുതൽ സമയം ഡൽഹിയായിട്ട് ബന്ധപ്പെട്ട് നിന്ന ആളാണ്. പക്ഷേ BJPയുടെ പാർട്ടി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായി നീങ്ങിയിരുന്ന ആളാണ്. AK ആന്റണിയുടെ പിന്തുണയില്ലാത്ത, അപ്പൻ്റെ പിന്തുണയില്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം. ഇതിനൊക്കെ അപ്പുറത്തായിട്ട് AK ആന്റണിയുടെ മകനാണ്. കേരളത്തിൽ ഞങ്ങളുടെ മുമ്പിൽ അനിൽ ആന്റണി എന്ന് പറഞ്ഞ് AK ആന്റണിയുടെ മകൻ എന്നുള്ള വലിയ അംഗീകാരമുണ്ട്. മനസ്സിലായില്ലേ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? PC സത്യം മാത്രമേ പറയൂ എന്നറിയാവുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. പത്തനംതിട്ടയിൽ അല്ലാതെ മറ്റെവിടെയെങ്കിലും സീറ്റിൽ മത്സരിക്കാൻ PC തയ്യാറാവുമായിരുന്നോ? തൊടുപടി നിർത്താൻ PJ എത്രയോ നിർബന്ധിച്ച്. ഞാൻ സോറി നിൽക്കില്ല, എൻ്റെ നിയമത്തിൽ നിൽക്കുന്നുള്ള വാശിയാണ്. പിന്നെ 96 ആയപ്പം പൂഞ്ഞാറത്തിന് നിന്ന് ജയിച്ചാൻ MLA ആയി. 2021 വരെ MLA ആയി. എന്നതുപോലെ പത്തനംതിട്ട എന്ന് പറയുന്നത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽപ്പെട്ട പ്രദേശം പത്തനംതിട്ടയാണ്. പത്തനംതിട്ട അല്ലാതെ ഒരു സ്ഥലത്തും പാർലമെന്റിലേക്ക് മത്സരിക്കാൻ എന്നെ കിട്ടുകയില്ല. എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഞാനങ്ങോട്ട് ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ പോലത്തെ ഒരാളുടെ അനുഗ്രഹം തേടി. അനുഗ്രഹം ഉണ്ടാവണം. എന്താ ഇത്? നീ എനിക്ക് പിറക്കാതെ പോയ മോനാണടാ. പൂഞ്ഞാറും പത്തനംതിട്ടയും വിട്ടൊരു കളിയില്ല PC ജോർജിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. പൂഞ്ഞാറിലല്ലാതെ മത്സരിച്ചിട്ടില്ല. തോറ്റത് 87-ലും 2021-ലും മാത്രം. പത്തനംതിട്ടയിൽ PC-യെ മത്സരിപ്പിക്കാതിരിക്കാൻ പിണറായിയും വെള്ളാപ്പള്ളിയും വരെ ഇടപെട്ടു എന്നാണ് PC-യുടെ തോന്നൽ. അപ്പോൾ പത്തനംതിട്ട ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് നമ്മുടെ പിണറായി വിജയനാണ്. പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശൻ, പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ്റെ
അതെ തുഷാർ വെള്ളാപ്പള്ളി, അങ്ങനെ പിന്നെ ഉള്ള ആളുകളൊക്കെ ഞാൻ സ്ഥാനാർത്ഥിയാകരുതെന്ന് ആഗ്രഹിച്ചു. എനിക്കറിയാം. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്ക് കേരള മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് തോന്നൽ വന്നാൽ എന്നോട് സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്നെ ഊളം പാറാൻ പറ്റിയത്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം. പോയി വീണോ അത്ര ഇനി മറുപടി പറയാൻ എനിക്കുണ്ട്. ഓരോരുത്തർക്ക് അർഹതപ്പെട്ടിട്ടുണ്ട്, അർഹതപ്പെടാത്തതുണ്ട്. ചുമ്മാ ഇരുന്ന് തവള വീർക്കണ പോലെ ആരും വീർത്തിട്ട് കാര്യമില്ല. വീർത്ത വയറ് പൊട്ടണമല്ലാതെ ഒരു റിസൾട്ടും ഉണ്ടാകില്ല.